ഹേയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏകദേശം 7 മാസത്തിന് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഷജില. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഈ 7 മാസത്തിൽ ഞാൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ സന്തോഷവും ഉണ്ടായിരുന്നു, സങ്കടവും ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ വീഡിയോ ചെയ്തത് എൻ്റെ ബെഡ് സ്പേസ് ഷിഫ്റ്റ് ചെയ്യുന്നതും പിന്നെ ഞാൻ നാട്ടിൽ പോകുന്നതും ഒക്കെയായിരുന്നു. അതിനുശേഷം ഞാൻ ലെങ്തി വീഡിയോസ് ഒന്നും തന്നെ എടുത്തിട്ടില്ല. എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. പിന്നെ ഈ വർഷത്തെ സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർക്ക് പ്രഷറായിരുന്നു. സ്ഥാപനത്തിനെക്കുറിച്ചൊന്നും എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷെ അവിടെയുള്ള ചില ആൾക്കാർ, ചില മലയാളീസ് എസ്പെഷ്യലി അവരെ കൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ പൊറുതി മുട്ടിയിട്ട് കരഞ്ഞ് വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ച് എന്നൊക്കെ പറയുന്ന പോലെ എന്തായാലും അൽഹംദുലില്ലാ എനിക്ക് ജോലി മാറാൻ പറ്റി. ഇപ്പോൾ ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പണിയെടുക്കുന്നതിന് കുഴപ്പമില്ല. പണി ഞാൻ എത്ര വേണേലും എടുക്കും. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സ്വന്തം പൊക്കുന്നതല്ല. പക്ഷേ ഞാൻ ഒരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ചെയ്യാറുണ്ട്. ചെയ്യുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളെ ഈ പുറകിൽ നിന്ന് കുത്തുന്നതും പിന്നെ ഞാനൊരു സിംഗിൾ പാരൻ്റാണ്. ഒരു സിംഗിളായിട്ടാണ് ഞാനിവിടെ താമസിക്കുന്നത്. അപ്പോൾ അതെൻ്റെ കഴിവുകേടല്ല. അങ്ങനെയാണ്. ഓരോരുത്തരുടെ സാഹചര്യം അങ്ങനെയാണല്ലോ. അപ്പം ആ ഒരു അവസരം മുതലെടുത്തിട്ട് ചില ആൾക്കാരെല്ലാം ഓരോ കാര്യങ്ങളെല്ലാം പറയാറുണ്ട് നമ്മുടെ അടുത്ത്. ചിലപ്പോൾ നമുക്കത് രസിക്കണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെയായിരുന്നു ഞാൻ കടന്നു പോയത്. ഞാനതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന വീഡിയോയിൽ പറയും. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല വീഡിയോ എടുക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ് കേട്ടോ. എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ എനിക്ക് കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കുറവാണ്. ഇപ്പോൾ അല്ല, ഇപ്പോൾ കൂടുതലാണ്. നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ടീച്ചിങ് വരും ഇടയ്ക്കിടയ്ക്ക്. അന്നേരം ആ ഒരു സമയത്ത് ഞാൻ ചെയ്യുമ്പോൾ മാത്രം മിസ്സ് എനിക്ക് എപ്പോഴും ഇട്ട് തരുന്നൊരു കാര്യമാണ് ഇമ്പ്രൂവ് യുവർ കോൺഫിഡൻസ് ലെവൽ എന്ന്. അതായത് കുറച്ച് പേരെ കാണുമ്പോഴത്തേക്കും ഞാൻ മുട്ടിട്ട് വിറയ്ക്കും. ഞാൻ പറയാൻ വരുന്ന കാര്യം ഞാൻ പറയില്ല, മറന്നു പോകും, അല്ലെങ്കിൽ വിയർക്കും, അല്ലെങ്കിൽ വിറയ്ക്കും. ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻട്രോവേർട്ടായ ഞാൻ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നത്, അല്ലെങ്കിൽ ക്യാമറ നോക്കി എനിക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചേ. അപ്പോൾ 2022 ഞാൻ UAE വന്നത്. വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ജീവിക്കാൻ വേണ്ടി തന്നെ. തോറ്റു കൊടുക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ ജീവിച്ച് കാണിക്കണമെന്നൊരു വാശിയാണ്. ആ വാശി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. മുന്നോട്ട് പോകുന്നതും ആ ഒരു വാശി കൊണ്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിവിടെ വന്നപ്പം ആർക്കും അറിയില്ല, എൻ്റെ ഫാമിലി ഇഷ്യൂസ് അറിയില്ല. ഞാൻ ഓൾറെഡി കുറേ കേസും കാര്യങ്ങളൊക്കെ ഫാമിലി കോർട്ടിലും അവിടെ ഇവിടെയെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഫാമിലി ഇഷ്യൂസ് തന്നെ. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് പിള്ളേരെ സ്കൂളിൽ ചേർക്കണം, പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ആലോചിച്ചപ്പം ഇതായിരുന്നു ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി. അതായത് ഇപ്പോൾ സൗദി അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവിടുന്ന് നമുക്ക് ജോബ് ഓഫർ കിട്ടിയിട്ട് വേണം പോകാൻ. UAE സംബന്ധിച്ച് നമുക്ക് വിസിറ്റ് വിസ എടുത്ത് വന്നാൽ ഇവിടെ ജോലിയൊക്കെ അലഞ്ഞ് നടന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളൊരു ഇത്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ വിസിറ്റ് വിസ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നടക്കുമെന്ന്. അങ്ങനെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു കേട്ടോ. 1 മാസം കൊണ്ട് തന്നെ എനിക്ക് ജോലിയൊക്കെ സെറ്റായി. പിന്നെ 3 മാസത്തെ വിസ എടുത്തിട്ടായിരുന്നു ഞാൻ വന്നത്. പക്ഷേ 3 മാസമൊന്നും നിൽക്കേണ്ടി വന്നില്ല. 1 മാസം കൊണ്ട് തന്നെ ഞാൻ ജോലിയിൽ കയറി. അങ്ങനെയുള്ള ആ സമയത്ത് നാട്ടിൽ ഞാൻ വരുമ്പോൾ കുറേ ലീഗൽ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതും ഇതും കേസുകൾ, ഞങ്ങളുടെ ഫാമിലി ഇഷ്യൂസ്, ഡിവോഴ്സ് കേസ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ മെയിൻ്റനൻസ്. അങ്ങനെ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഞാനിങ്ങോട്ട് കയറി വന്നതും എൻ്റെ ഹസ്ബൻഡിൻ്റെ കുറച്ച് ആരൊക്കെയോ കൂടിയിട്ട് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ കയറി. ആ സമയത്ത് എൻ്റെ ഉമ്മയും മോളും അവിടെ ഇല്ലായിരുന്നു. എൻ്റെ മോനും എൻ്റെ ഫാദറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കുട്ടീൻ്റെ കൈ പിടിച്ച് വലിച്ചു. അങ്ങനെ അവൻ പേടിച്ചു. അവന് 4 വയസ്സാകുന്നേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അങ്ങനെ അവൻ പേടിച്ചു. ഫാദറിൻ്റെ BP കൂടി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പം അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് പോയി. കംപ്ലയിൻറ്റ് അവർ കൊടുത്തു. പോലീസുകാരെയും കൂടെ കൂട്ടി വന്നു പിള്ളേരെ കാണണം. അപ്പോൾ പോലീസുകാർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈഫ് ഗൾഫിലാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ അവകാശം എന്ന് പറയുന്നത് ഫാദറായിരിക്കും. പക്ഷേ എൻ്റെ മോൻ എന്ന് പറയുന്ന ആകെ 6 മാസം മാത്രമേ അവൻ്റെ ഫാദറിൻ്റെ കൂടത്തിൽ ജീവിച്ചിട്ടുള്ളൂ. 6 മാസത്തെ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ആ കുട്ടിക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, 4 വയസ്സായ. പക്ഷേ ഇത് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ ഈ കുഞ്ഞു മക്കളുടെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ ഉപ്പയാണ്, നിങ്ങൾ സംസാരിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല ഉപ്പയാണോ എന്താണോ. അവരെ അറിവായത് മുതൽ എന്നെ എൻ്റെ ഫാമിലീനെ മാത്രമേ കാണുന്നുള്ളൂ.
അങ്ങനെ ഭയങ്കര ഇഷ്യൂ ആയി. പിന്നെ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ മക്കളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി. എനിക്കത് ഭയങ്കര ഷോക്കായിപ്പോയി. ഇവിടെ ഞാൻ കയറിയിട്ടേ ഉള്ളൂ. എനിക്ക് ലീവ് കിട്ടാൻ വഴിയില്ല. ആരോടും പറയാൻ പറ്റില്ല. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഇതേപോലെ ഇഷ്യൂസൊക്കെ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയുന്നത് ഹസ്ബൻഡ് ഇവിടെ ദുബായിലുണ്ട്, അല്ലെങ്കിൽ ഇവിടെയാണ് അവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരുന്നു ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ എനിക്കെൻ്റെ കാര്യങ്ങളൊന്നും തുറന്ന് പറയാനുള്ളൊരു ഒരു 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 എന്താ പറയുക, ഒരു തൻ്റേടം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. എന്നുവെച്ചാൽ എൻ്റെ അനുഭവങ്ങൾ, അത്രയും നാളത്തെ അനുഭവം അങ്ങനെയായിരുന്നു. അത്രയും ഒരു ഗ്ലാസ് നിലത്തിട്ടിട്ടുണ്ടെങ്കിൽ പല കഷ്ണങ്ങളാവും. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ടെന്ന് എനിക്ക് അറിയുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് മെയിൽ അയച്ചു. എനിക്കറിയാവുന്ന ഗൂഗിളിൽ തപ്പിയെടുത്ത് മെയിൽ ഐ ഡിയിൽ ഞാനിങ്ങനെ എൻ്റെ അവസ്ഥയെല്ലാം പറഞ്ഞുകൊണ്ട്, എൻ്റെ വയസ്സായ മാതാപിതാക്കളാണ്, എൻ്റെ കുട്ടികൾക്ക് ഇതായിട്ടില്ല എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് 5 വയസ്സും ഒരു കുട്ടിക്ക് 4 വയസ്സും. ആ ഒരു പ്രായത്തിൽ അവർക്ക് എന്ത് മനസ്സിലാകും, അപ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഞാനിങ്ങനെ വന്നിരിക്കുകയാണ് എന്ന്. ഈ പറയുന്ന ആൾക്കാരൊന്നും, ഈ അവകാശം പറഞ്ഞു വരുന്ന ആൾക്കാരൊന്നും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നില്ല. ഇപ്പം ഒരു മനുഷ്യനാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? അവർക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം, മരുന്ന് വേണം, താമസിക്കുന്ന സൗകര്യം വേണം. ഇതൊരു കാര്യങ്ങളുമില്ല. മനസ്സിലായോ? മാക്സിമം ഉപദ്രവിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ലെറ്റർ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവിടുന്ന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടിയില്ല. എനിവേ ആ കാര്യം അങ്ങോട്ട് സോൾവ് ആയിപ്പോയി. പിന്നെ ഞാൻ പിന്നെ കോർട്ടിൽ കേസ് നടക്കുന്നത് കൊണ്ട് എന്തോ അത് അങ്ങനെയൊക്കെ അങ്ങ് പോയി. അത് വിട്ട് കളഞ്ഞു. അങ്ങനെ കോർട്ടിൽ കേസ് നടക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ആരെ ട്രസ്റ്റ് ചെയ്യണം, ആരെ ട്രസ്റ്റ് ചെയ്യേണ്ട, ആരോട് ഈ കാര്യം പറയണം, പറയേണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കൊന്നും ഇല്ലായിരുന്നു. എനിക്ക് പഴയൊരു ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു ഞങ്ങളുടെ ഇഷ്യൂസൊക്കെ വന്നപ്പം. ഒരിടത്തും ഞാനില്ലായിരുന്നു. എനിക്കൊരു നല്ല ഫോൺ പോലും ഇല്ലായിരുന്നു. ഒരു നല്ല ഫോൺ വാങ്ങിക്കുന്നത് ചിലപ്പം UAE വന്നിട്ടായിരിക്കും.